SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രകടനത്തെ ഈ നാട്ടിലെ പ്രമുഖരായ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് ഒരു വമ്പിച്ച വിജയമാക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സിന്ദാബാദ് സർവസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക ചെമ്മീൻ മുതലാളി വക്കുപാലിക്കുക തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ്. മുതലാളി മുതലാളി വേഗം മാറിക്കോ, അവന്മാര് കണ്ടാ കുഴപ്പ. നിങ്ങൾ വന്നു അല്ലേ? 100 ചില്ലാനം തൊഴിലാളികൾ സമരം ചെയ്യുന്ന ആ ഗോഡൌണിൽ നിന്ന് ചരക്ക് മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കൊരു ബുദ്ധിമോശം വന്നുപോയി. നാളെ കൊച്ചിയിൽ നിന്നും കപ്പൽ പോകും. അതിൽ ഈ ചരക്ക് കയറ്റി അയച്ചില്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ബോണസ് കൊടുത്തിട്ട് നിങ്ങൾ ചരക്ക് അയക്കണം. പീസ് വർക്കേഴ്സിനും ബോണസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലാതെ നിങ്ങളുടെ ചരക്ക് കയറ്റാനും പറ്റില്ല. പീസ് വർക്കേഴ്സിന്റെ ബോണസ് മാത്രം 1.5 ലക്ഷം രൂപ വരും. അത് മാത്രമല്ല സർ, ഒരിക്കൽ കൊടുത്താൽ പിന്നെ അത് അവരുടെ സ്ഥിര അവകാശമായി മാറുകയും ചെയ്യും. മിനിമം വേജസ്, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, ESI, ഫാമിലി പെൻഷൻ ഇതെല്ലാം ഈ ടെമ്പററിക്കാർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം വിറ്റാൽ പോലും ആ ബാധ്യത തീരില്ല സർ. നിങ്ങൾ മുതലാളിമാർ നശിച്ചു കാണണമെന്നുള്ള വൈരാഗ്യ ബുദ്ധിയൊന്നും എനിക്കില്ല. പിന്നെ 20% ബോണസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത് 50,000 രൂപയുണ്ട്. ഇതങ്ങ് വാങ്ങിച്ച് സാർ ഈ പ്രശ്നം തീർത്തു തരണം. ഞങ്ങൾ ആവശ്യപ്പെട്ട ബോണസിന്റെ 1/3. ഇത് ബോണസായിട്ടല്ല. സാർ എന്നെ രക്ഷിക്കണം. ചാക്കോച്ച മുതലാളി, ഇത്തരം കാശ് ഞാൻ എന്റെ കൈ കൊണ്ട് തൊടില്ല. അമ്മണി, ഇതങ്ങ് എടുത്തു വെക്കും. അപ്പോ നിങ്ങളുടെ പ്രശ്നം തീർന്നു. ഇനി എന്റെ പ്രശ്നം തീർന്നു. മാന്യമായ ഒരു ഒത്തുതീർപ്പിലെത്തിക്കാതെ ഈ സമരം അവസാനിപ്പിച്ചാൽ നാളെ എനിക്ക് എന്റെ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാനും. ഏതായാലും ഈ ടെമ്പററിക്കാർക്ക് മുഴുവൻ ബോണസ് കൊടുക്കാൻ എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല സാർ. വേണ്ട, നിങ്ങൾക്ക് സ്ഥിരം തൊഴിലാളികൾ 25 പേരല്ലേ ഉള്ളൂ. അവർക്ക് 20% ബോണസ് കൊടുത്തേക്കണം. പിന്നെ പീസ് വർക്കേഴ്സിലധികം സ്ത്രീകളാണ്. അവർ കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ? ശരി സാർ, അത് മതി.